ഇടുക്കി ജില്ലയിലെ മോസ്റ്റ് അട്രാക്റ്റീവ് ടൂറിസ്റ്റ് ലൊക്കേഷനുകളിലൊന്നാണ് കാൽവരിമണ്ണ് മലമുകൾ. മഞ്ഞും മഴയും തണുപ്പുമെല്ലാം ആസ്വദിച്ച് ഇടുക്കി ഡാം റിസർവറിലെ വെള്ളം ഇങ്ങനെ നോക്കത്താ ദൂരത്ത് കിടക്കുന്ന കണ്ട് നമുക്കൊന്ന് താമസിച്ചാലോ? ആരുമൊന്ന് താമസിക്കാൻ കൊതിച്ചു പോകുന്ന കാൽവരിമണ്ണ് മലയ്ക്ക് മുകളിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഫ്രോസ്റ്റ് കർവ് റിസോർട്ടിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഈ റിസോർട്ടിനോടൊപ്പം നമുക്ക് കാൽവരിമണ്ണ് ഗ്രാമവും കൂടി കാണാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ സ്വന്തം ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ കാൽവരിമണ്ണ് എന്ന മനോഹരമായിട്ട് ഗ്രാമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് കാൽവരിമണ്ണ് വന്നാൽ സ്റ്റേ ചെയ്യാൻ നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഫ്രോസ്റ്റ് കർവ് എന്ന റിസോർട്ടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാൽവരിമണ്ണ് എന്ന സുന്ദരമായിട്ടുള്ള ഗ്രാമത്തിൻ്റെ കാഴ്ചകളെ കാണാം കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല മഴയുള്ളൊരു കാലാവസ്ഥയാണ്, മഞ്ഞൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. എനിക്കൊണ്ട് ഇടുക്കി ജില്ല ഏറ്റവും ഏതൊരു കാലാവസ്ഥയിൽ നിങ്ങൾ ഇടുക്കി ജില്ലയിൽ വന്നാൽ ഈ ഒരു കാൽവരിമണ്ണ് എന്ന സ്ഥലമുണ്ടല്ലോ, മഞ്ഞും മഴയും തണുപ്പും എല്ലാം ഉള്ളൊരു സുന്ദരമായിട്ടുള്ളൊരു കാലാവസ്ഥ. മൂന്നാർ പോലെ തന്നെ നല്ല സുന്ദരമായിട്ടുള്ള കാലാവസ്ഥയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മലയ്ക്ക് മേലോട്ട് പോയിട്ട് ആ റിസോർട്ടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം. വാ. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്നും 15 കിലോമീറ്റർ മാറിയുള്ള മനോഹരമായിട്ടുള്ളൊരു മലയോര ഗ്രാമമാണ് കാൽവരി മൗണ്ട്. ഇടുക്കി കവലയിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 10 കിലോമീറ്റർ ഉള്ളൂ ഈ ഒരു ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി. പള്ളിയും പള്ളിക്കൂടങ്ങളും മലകളും കൊണ്ടുള്ള സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമം. കാൽവരി മൗണ്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇടുക്കി ഡാം റിസർവറിൻ്റെ വെള്ളം ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കാഴ്ച. അതിലേതൊരു സഞ്ചാരിയെയും പിടിച്ചു നിർത്തുന്ന കാഴ്ചകളിലൊന്നാണ്. ഏത് സമയത്തും വീശിയടിക്കുന്ന കോടമഞ്ഞും മഴയൊക്കെയാണ് ഈ ഒരു കാൽവരി മൗണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ മല അടിവാരത്തിലെ കാഴ്ചയല്ല, മലയ്ക്ക് മേളിൽ ചെല്ലുമ്പോൾ എപ്പോഴും ഇങ്ങനെ മഞ്ഞ് കയറി വരുന്നൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഏറ്റവും പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഫ്രോസ്റ്റ് കർവ് എന്ന റിസോർട്ടിൻ്റെ കാഴ്ച നമുക്ക് കാണാം. പെട്ടെന്ന് തന്നെ കാലാവസ്ഥ എല്ലാം മാറി മറിഞ്ഞ് മഴ പെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാൽവരിമണ്ണ് വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴി ഇതാട്ടോ. ഇതിലേക്ക് ഒരു 1/2 കിലോമീറ്റർ മേലോട്ട് പോകണം. നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്തോട്ട് പോകുന്ന വഴി ഈ താഴ്ത്തോറാട്ടോ. ഈ ഒരു താഴ്ത്തോറുള്ള വഴിക്കൂടെ ഏകദേശം ഒരു 10-300 മീറ്ററോളം പോയാൽ നമ്മുടെ റിസോർട്ട് എത്തട്ടോ. ഫുള്ള് മഞ്ഞിങ്ങനെ മൂടി നിൽക്കുക കേട്ടോ. ഇവിടുത്തെ എനിക്ക് വേണേൽ ഏതൊരു സമയത്ത് വന്നാലും ഈ ഒരു കാലാവസ്ഥയായിരിക്കും കേട്ടോ. ഇവിടെ തെളിയുന്ന ചെറിയൊരു മഴ പെയ്താൽ ഇങ്ങനെ മൊത്തം മഞ്ഞ് ഒരു കാലാവസ്ഥയാണ്. ഞങ്ങളവിടെ ചെന്നപ്പം മൊത്തം മഴയായിരുന്നു കേട്ടോ. ആദ്യം കുറച്ച് സമയം വെയിലുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് മൊത്തം മഴയായപ്പോൾ മൊത്തം മഞ്ഞ് വന്ന് അവിടെ മൂടി കേട്ടോ. അപ്പോൾ നമ്മുടെ റിസോർട്ടിലോട്ട് ചെന്ന സമയത്ത് ഇത് കണ്ടോ, ഫുള്ളിങ്ങനെ മഞ്ഞിൽ കുളിർത്ത് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ. ഇവിടെ വന്നപ്പം മൊത്തം മഞ്ഞെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ. തൊട്ടടുത്ത് പോലെ ആളെപ്പോലും കാണാൻ പറ്റില്ല, അതുപോലെ മഞ്ഞ്. ഒരു കിട്ടില്ല ആംബിയൻസാണ് റിസോർട്ട് ഇരിക്കുന്നത്. ഈ മഞ്ഞ് മാറുമ്പോൾ നിങ്ങളെ കാണിച്ചു കേട്ടോ എങ്ങനെയാണെന്നുള്ള കാഴ്ചകൾ കണ്ടോ. 2 തൂണയിലും കണ്ടോ കല്ലൊക്കെ ഇട്ട് നിറച്ച് ഒരു പ്രത്യേക രീതിയിലാണ് തൂണൊക്കെ വെച്ചേക്കണത്. ഈ കല്ലിൻ്റെ അകത്ത് വല്ലോ കമ്പി വല്ലതും ഉണ്ടോ? ഇതായിരിക്കും അല്ലേ, ഇതാണ് ഇതിൻ്റെ ബലം. ഈ കമ്പി കൊള്ളാം. ആംബിയൻസ് ഒരു രക്ഷയില്ലാത്ത പൊള്ളി ആംബിയൻസ് പറഞ്ഞാൽ കിട്ടില്ല ആംബിയൻസ് ആണോ. മഞ്ഞ് മാറുമ്പോഴാണ് ശരിക്കും ഞാൻ റിസോർട്ട് എവിടെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. എന്തായാലും മഞ്ഞ് മാറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് കയറാം. നമുക്ക് ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. ഇപ്പം നിലവിൽ റെഡി ആയിട്ടുള്ള 2 സ്യൂട്ട് റൂമും ഒരു സിംഗിൾ റൂമാണ്. ഇപ്പം നമ്മൾ കയറാൻ പോകുന്നത് സിംഗിൾ റൂമിലേക്കാണ് കേട്ടോ. സിംഗിൾ റൂമാണെങ്കിൽ തന്നെ അത്യാവശ്യം സ്പേസ് ഉള്ള റൂമാണ്. നല്ല ഒരു പ്രൈവസി ഉണ്ട് കേട്ടോ എല്ലായിടത്തും. അപ്പം എന്തായാലും നല്ല ഡീസൻറ്റ് സ്പേസ് ഉള്ളൊരു ബാത്റൂമും കൂടിയാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ള റൂമാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, ഇവിടുത്തെ ബാൽക്കണിയാണ്. ബാഹ്യ കാണിച്ചത് അടിപൊളിയാണ് കണ്ടോ. നമ്മുടെ താഴത്തോട്ട് ഫുള്ള് ഏലക്കാടാട്ടോ, മൊത്തം ഏലം മാത്രമേ ഉള്ളൂ. നിലവിൽ ഇവിടെ 2 സ്യൂട്ട് റൂമും ഒരു സിംഗിൾ റൂമും ആണ് കേട്ടോ. നമുക്ക് സ്യൂട്ട് റൂം ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ. ഇവിടെ കയറി വരുമ്പോഴേ ഒരു ഇരിക്കാനുള്ളൊരു സോഫയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു കൗണ്ടർ ടോപ്പ് ഉണ്ട്, ഓവനുണ്ട്, ഫ്രിഡ്ജുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീസൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ഇതിൻ്റെ അകത്താണ് ജസ്റ്റ് ഹോളിൽ നിന്ന് ഇങ്ങോട്ട് കയറി വേണ്ട റൂം. പിന്നെ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ഇവിടെ ഇരിക്കാൻ ഇവിടെ സോഫയുണ്ട്, അത്യാവശ്യം നല്ല ഒരു 2-3 പേർക്ക് കിടക്കാനുള്ളൊരു കോട്ടം കേട്ടോ. അപ്പോൾ അത് ബാൽക്കണിയാണ്. അവിടുത്തെ പോലെ തന്നെ ഇവിടെ ഒരു ബാൽക്കണി കേട്ടോ. നല്ല ബാൽക്കണിയുടെ വ്യൂ നല്ല കിട്ടില്ല കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മഞ്ഞായതുകൊണ്ട് നിങ്ങൾക്ക് അധികം കാണുന്നില്ല, അല്ലെ നല്ല വ്യൂ ആണോ. ഞാൻ കാണിച്ചു തരാം ടോട്ടലി ഇതിൻ്റെ വ്യൂ ഒക്കെ പറയാം.
നമുക്ക് ഇവിടെ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണോ അത്യാവശ്യം. ഈ ഒരു സ്യൂട്ട് റൂം ഉണ്ടല്ലോ, വേറൊരു റൂമായിട്ട് കണക്ട് ആണോ. അപ്പോൾ നമുക്ക് ഒരു ഫാമിലിയൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡോർ തുറന്നാൽ അപ്പുറത്തോട്ട് നമുക്ക് കിടക്കാം. ആ ഒരു രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അത് നമുക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ ടോയ്ലറ്റ് ഉണ്ടല്ലോ, ജസ്റ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഇതാണ് ജസ്റ്റ് ടോയ്ലറ്റ് കേട്ടോ. ഒരു ഫാമിലിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തുറന്നു തരും കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് കിടക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് അടുത്ത നെക്സ്റ്റ് റൂം ആട്ടോ. നെക്സ്റ്റ് റൂം അതുപോലെ തന്നെ എല്ലാം സെറ്റ് ഓവനുണ്ട്, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു സോഫയുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പുറത്തിറങ്ങാൻ പറ്റിയ ഇങ്ങോട്ട് നമുക്ക് ഇറക്കാം കേട്ടോ. ഇവിടുന്ന് വാതില അതിൻ്റെ. പിന്നെ ഇത് നമ്മുടെ റൂം കേട്ടോ, ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് അടിപൊളി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാട്ടോ. 2-3 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റിയ റൂം കേട്ടോ. നല്ല ഇതെൻ്റെ പ്രത്യേകത വെച്ചാൽ പുതിയ ഒരു റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ റൂം നല്ല ഒരു എൻ്റെ പുതുമ നിറഞ്ഞിട്ടുള്ളൊരു കാഴ്ചയാണ്. വാ, അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞ് മാറി വരും കേട്ടോ. നമ്മുടെ ഇടുക്കി ഡാമിൽ നമ്മുടെ തൊടുപുഴ പുളിയമല റോഡിൻ്റെ തൊട്ട് താഴെ കേട്ടോ നമുക്ക് കാണാൻ പറ്റും. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ജസ്റ്റ് മഞ്ഞ് മാറുമ്പോൾ കേട്ടോ. അടിപൊളി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഇനി ഇവിടുന്ന് ഈ കാൽവരി മൗണ്ട് എന്ന മനോഹരമായിട്ടുള്ള ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കാണാം കേട്ടോ. സ്യൂട്ട് റൂമിലെ ബാത്റൂമാണെങ്കിലും അത്യാവശ്യം സ്പേസ് ഉള്ള ബാത്റൂമാണ്. ഈ റൂമുകൾ പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം വെളിയിലോട്ട് ഇറങ്ങി പിന്നെ അടുത്ത റൂമിൽ പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു ഫാമിലി ആണെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും പോയി വരാം. ഇപ്പം സമയമുണ്ടല്ലോ ഒരു 5:50 ആയുള്ളൂ കേട്ടോ. കണ്ടോ, മൊത്തം മഞ്ഞ് കൊണ്ട് നിറഞ്ഞു കേട്ടോ. എന്നാൽ ഈ ഒരു കാലാവസ്ഥ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ മാറിയാൽ ഇല്ല കേട്ടോ. ഇത് ഈ ഒരു കാൽവരി മൗണ്ട് മലയുടെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ മലയുടെ മേളിലോട്ട് കയറി വരുമ്പോഴാണ് അയ്യോ ഇത് വേറൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് നമുക്ക് വിചാരിക്കുള്ളൂ. കാരണം നമ്മൾ മേഘമല എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ താഴെ നോക്കിയാൽ സാധാ ഒരു മല പോലെ തന്നെയാണ്. പക്ഷേ ആ മേളിലോട്ട് കയറി ചെല്ലുമ്പോൾ ഫുള്ള് മഞ്ഞും മഴയല്ലേ. അതുപോലെ തന്നെയാണ് ഈ കാൽവരി മൗണ്ട് മല കേട്ടോ. ആ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാട്ടോ. കുട്ടികൾക്കൊക്കെ ഓടി കളിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. കാരണം വെച്ചാൽ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വന്നാൽ ഈ മതിലിൻ്റെ ചുറ്റും ഇതിൻ്റെ അകത്ത് നമുക്ക് ഓടി കളിക്കാനുള്ള, പിള്ളേർക്ക് ഓടി കളിക്കാനുള്ള വളരെ സേഫായിട്ട് ഉള്ള ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ഒരു ഈവൻ്റ് ഒക്കെ നടത്താൻ പറ്റിയൊരു ലൊക്കേഷൻ കേട്ടോ. കാരണം വെച്ചാൽ ഒരുപാട് വണ്ടികൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 3-4 ഫാമിലിക്കൊക്കെ വന്ന് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പാർട്ടിപരമായ കാര്യങ്ങൾ നടത്താനും ഈ ഒരു റിസോർട്ട് അവർ കൊടുക്കും കേട്ടോ. ഇടുക്കി ജില്ലയിൽ ഇത്രയും മഞ്ഞ് പെയ്യുന്ന ഒരു മലമുകളുണ്ടെങ്കിൽ അത് കാൽവരി മൗണ്ട് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് മൊത്തം മഞ്ഞായിരുന്നു. അതുകൊണ്ട് നല്ല നല്ല വിഷ്വൽസൊക്കെ നമുക്ക് ഒരുപാട് എടുക്കാൻ പറ്റിയിട്ടില്ല. രാത്രിയിൽ നല്ലൊരു ആംബിയൻസ് അല്ലേ കാണാനുള്ള. എനിക്ക് വേണമെങ്കിൽ അവർ ആ ഒരു റിസോർട്ട് ഒരുക്കിയിരിക്കുന്ന രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു എലഗൻറ്റ് ലുക്കുണ്ട് എവിടെ നിന്ന് നോക്കിയാലോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു കിടിലൻ പ്രോപ്പർട്ടി തന്നെ നമുക്ക് 100% വിശ്വാസത്തോടെ നമുക്ക് പറയാൻ പറ്റും. നേരം വെളുത്തു കേട്ടോ. നേരം വെളുത്തപ്പോഴും മഞ്ഞ് തന്നെയാണ്. എന്നാലും ഒരു സൈഡിൽ മഞ്ഞിച്ച് കുറവുണ്ട് കേട്ടോ. ഇവിടെ ഏത് സമയത്തും ഇങ്ങനെ എനിക്ക് പറഞ്ഞാൽ രാത്രിയിലൊക്കെ ചെറിയ ചെറിയ മഴ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെയും ആ ഒരു മഞ്ഞുള്ള കാലാവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ വ്യൂ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ തൊട്ട് പുറകിൽ നമ്മളെ തൊടുപുഴ പുളിയമല റോഡാണ്. ആ റോഡിൻ്റെ മേളിലുള്ള മലഭാഗത്താണ് ഇതിരിക്കുന്നത് കേട്ടോ. ഇതൊരു സൈഡിലോട്ടാണ്. നമുക്കിനിയിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഈ ഒരു മലയ്ക്ക് മുകളിലോട്ട് നമ്മുടെ കാൽവരി മൗണ്ട് വ്യൂ പോയിൻ്റൊക്കെ കാണണ്ടേ. അത്യാവശ്യം വെയിൽ ആയിക്കഴിഞ്ഞാൽ ആ ഒരു വ്യൂ പോയിൻ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. നമുക്ക് ഈ മലയ്ക്ക് മുകളിലോട്ട് യാത്ര ചെയ്യാം. പിന്നെ ഇവിടെ കിട്ടുന്ന ഫുഡ് ഒരു ഹോംലി ഫുഡാണ്. അപ്പം നിങ്ങൾക്ക് ഫുഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അവരോട് പറയുക എല്ലാ കാര്യങ്ങളും. അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം അവർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. എന്തായാലും നല്ല ആംബിയൻസിൽ നല്ല മഞ്ഞും തണുപ്പും എല്ലാം ആസ്വദിച്ച് ഈ മലയ്ക്ക് മുകളിൽ നല്ല ഫുഡൊക്കെ അടിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരിടം തന്നെയാണ് നമ്മുടെ ഫ്രോസ്റ്റ് കവ് റിസോർട്ട്. കാരണം ആ ഒരു കുരിശുണ്ടോ, അത് കാൽവരി മൗണ്ട് കുരിശുമല കേട്ടോ. അതിൻ്റെ തൊട്ട് അപ്പുറത്താണ് നമ്മുടെ ഇടുക്കി ഡാം റിസർവോയറിലെ വെള്ളം കിടക്കുന്നത്. ഞാൻ ആ കുരിശുമലയുടെ മേളിലൊക്കെ പണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. അത്യാവശ്യം നടക്കാനുണ്ടോ അങ്ങോട്ട് കയറുമ്പോൾ. അപ്പോൾ നമ്മളിത് ഇവിടുത്തെ ഓർഡർ ചെയ്യണം വന്നിട്ടുണ്ടോ. ചേട്ടൻ്റെ പേര് ജയേഷ് എന്നാണ്. അപ്പോൾ നമുക്ക് ഈ മലയ്ക്ക് മേളിലോട്ട് വില്ലീസ് ജീപ്പയിൽ നിന്ന് പോകാം കേട്ടോ. അടിപൊളി. ഇത് അത്യാവശ്യം ചെറിയൊരു ഓഫറാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ റൂം ബുക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബുക്ക് ചെയ്യുമ്പം ആ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറയാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. റൂമിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ കാരണം വെച്ചാൽ സീസൺ അനുസരിച്ച് എന്തായാലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി, അവരെല്ലാ കാര്യങ്ങളും പറയും കേട്ടോ. അങ്ങനെ നമ്മളുടെ കാൽവരി മൗണ്ട് വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി ഇതേ ഒരു മലയുടെ മുകളിലോട്ട് വന്നു കേട്ടോ. രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്ക് കുറവാട്ടോ. അങ്ങനെ നമ്മൾ കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ് വന്നു കേട്ടോ. ഇവിടുത്തെ ഏറ്റവും എന്താ പറയുക ദൃശ്യ മനോഹരതയുള്ള ഒരു സ്ഥലമാണിത്. ഇടുക്കി ഡാം റിസർവോയറിലെ വെള്ളം ഇത്ര വിശാലമായിട്ട് കാണാവുന്ന ഒരു മലമുകൾ എനിക്ക് തോന്നുന്നു ഇടുക്കിയിൽ മറ്റൊരു സ്ഥലത്തില്ല.
അതാണ് കാൽവരികുണ്ട് മലയുടെ പ്രത്യേകത. ഇവിടെ വന്ന് താഴത്തോട്ട് നോക്കിയെന്നുണ്ടല്ലോ, നമ്മുടെ മനസ്സിന് എത്ര സങ്കടം ഉണ്ടെങ്കിലും അത് മാറാൻ പാകത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. കാരണം അത്ര മനോഹരമാണ് ഈ മലയ്ക്ക് മുകൾ. ശരിക്കും പറഞ്ഞാലുണ്ടോ, ഇടുക്കിയിലെ മോസ്റ്റ് അട്രാക്റ്റീവ് ടൂറിസ്റ്റ് ഏരിയ എന്ന് പറയുമ്പം അതിൽ എനിക്ക് ഒരു 5 ഇടങ്ങളിൽ ഒന്നാണ് ഈ കാൽവരികുണ്ട് കേട്ടോ. കാരണം അത്രമാത്രം ഇടുക്കി ഡാം റിസർവറിലെ വെള്ളം നമുക്കിങ്ങനെ കിടക്കുക കാണാൻ പറ്റും. ഏകദേശം ഒരു 15 കിലോമീറ്ററല്ല, അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് അത്രമാത്രം എന്താ പറയുക ദൃശ്യം ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മുടെ അഞ്ചുരുളിയൊക്കെ ഭാഗമൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. എന്നാൽ നിങ്ങൾ ഇടുക്കി വരുവാണെങ്കിൽ ഒരിക്കലും എന്താ പറയുക ഇവിടെ വരാൻ മിസ് ചെയ്യില്ല കേട്ടോ കാൽവരികുണ്ട് വ്യൂ പോയിന്റ്. കാരണം അത്രമാത്രം നമ്മുടെ മനസ്സിനെ പിടിച്ചിരുത്തുന്ന കാഴ്ചകളാണ്. നമ്മുടെ എന്നാ പറയുന്നത് പച്ച പുതച്ച മലനിരകൾക്ക് നടുവിലായിട്ട് ഇടുക്കി ഡാം റിസർവർ ഇങ്ങനെ കിടക്കുവാണ്, ഇങ്ങനെ പാമ്പ് പോലെ വളഞ്ഞ് എന്ത് രസമുള്ള കാഴ്ചകളല്ലേ. ആ മലയിൽ നിന്നൊക്കെ മഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന കാഴ്ചയെ കാണുമ്പോഴല്ലോ ശരിക്കും നമ്മളറിയാതെ ഇങ്ങനെ നോക്കി ഒന്ന് പോകും കേട്ടോ. കാരണം അത്രമാത്രം മനസ്സിന് ഫീൽ നൽകുന്ന കാഴ്ചകളാണ്. നിങ്ങൾ വിദേശത്തൊക്കെ ഇരുന്ന് ഇത് കാണുവാണെങ്കിലുണ്ടല്ലോ, ശരിക്കും നമ്മുടെ നാട് എത്രത്തോളം ഭംഗിയുള്ളതാണെന്ന് ഇവിടെ വരുമ്പോൾ മനസ്സിലാവുള്ളൂ. നമ്മൾ സ്വിറ്റ്സർലൻഡിലൊന്നും പോകേണ്ട കാര്യമില്ല. കാരണം അത്രമാത്രം ഒരു പച്ചപ്പ് നിറഞ്ഞുള്ള പ്രദേശമാണ് ഇടുക്കി. നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ ഈ ഒരു കാൽവരികുണ്ട് മലയുടെ മുകളിൽ കയറിയെന്നാണല്ലോ, എത്ര മണിക്കൂർ വേണേലും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം അത്രമാത്രം നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് നൽകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്യണമെങ്കിൽ നേരെ ബുക്ക് ചെയ്തോളൂ ഫ്രോസ്റ്റ് കവ് റിസോർട്ടിലേക്ക്. വെൽക്കം ടു ഇടുക്കി. ഈ റിസോർട്ടിന് ചുറ്റുമുള്ള കാഴ്ചകളും ആ കാൽവരികുണ്ട് ഗ്രാമമൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ബുക്കിങ്ങിനുള്ള നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലാതെ തന്നെ വീഡിയോയിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ മതി. നല്ലൊരു സ്റ്റേ എല്ലാവർക്കും ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുവാ, ഇടുക്കിയെ കാണുക. ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഇടുക്കി തന്നെയുണ്ട്. പിന്നെ ഈ റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ സഫാരിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് പോവാം. നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണിച്ചു തരും. ഈ ഇടുക്കിയിൽ ഇതിൻ്റെ അടുത്ത് ഒരു 15 അല്ലെങ്കിൽ 20 കിലോമീറ്റർ ചുറ്റുള്ളതിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇടുക്കിയിൽ കാണാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും വരുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നാട്ടിലെ കാഴ്ചകൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. നീലക്കുന്നിൻ്റെ താരേ